അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പൊ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും കൂടി പ്രതിക്കൂട്ടിലാക്കി എന്ന് വേണം പറയാനായിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെയുള്ള ഈ ശബ്ദരേഖ വന്നതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ കറക്റ്റ് ആണോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. കാരണം ഇത് ആരാണ് ഈ പരാതിക്കാരി, അവർ പറയുന്നത് സത്യമാണെന്നൊക്കെ അവരൊന്നും വെളിപ്പെടുത്താതെ, അല്ലെ ഇതിനൊരു പരാതിക്കാരി ഉണ്ടാകാതെ നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ രാഹുൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടാകാം, നടന്നിട്ടുണ്ടാകാം, തെറ്റുകാരനാകാം, അതൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷെ അങ്ങനെ ഉറപ്പില്ലാത്തടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്നത് ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പെൺകുട്ടിയാണെങ്കിലും അതുപോലെ 2-3 പേരിപ്പം വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ പറയുന്നത് എങ്ങും തൊടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരാളെ ക്രൂശിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ വേണം. ഇപ്പൊ പാർട്ടി ആണേലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. വി.ഡി. സതീശനാണേലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പാർട്ടിയിൽ നിന്ന് ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹം തന്നെ മാറിയതാന്നൊക്കെ പറയുന്നുണ്ട് ധാർമ്മികതയുടെ പേരില്. എന്നാലും അത് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇവരൊക്കെ പറഞ്ഞിട്ടാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ഈ ഒരു നല്ല മിടുക്കനായ ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി രാഷ്ട്രീയത്തിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമം ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പാർട്ടിയിലിരിക്കുന്ന ഈ പ്രായമായ ആൾക്കാരൊക്കെ ഒന്നും വഴിമാറിക്കൊടുത്ത് ഈ ചെറുപ്പക്കാര്, അവർക്ക് നല്ല കഴിവുള്ള, നാടിന് പുരോഗതി കൊണ്ടുവരാൻ കെൽപ്പുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ചെറുപ്പക്കാരായ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ മുതിർന്ന നേതാക്കൾ ചെയ്യേണ്ടത്. അതിനു പകരം തങ്ങളുടെ ഇമേജ് ഇപ്പം കൂട്ടിയെടുക്കാമെന്നുള്ള രീതിയിൽ ഒരാളെ കിട്ടിയപ്പോൾ അയാളെ ബലിയാടാക്കിക്കൊണ്ട് അവരൊരു വളരെ സത്യസന്ധത കളിച്ച് എല്ലാവരുടെയും സത്യസന്ധതയൊക്കെ നമുക്ക് പല കാര്യങ്ങളിലും ജനങ്ങൾ കാണുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു കാര്യം വന്നപ്പോഴത്തേനും വേഗം ഇപ്പൊ ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയല്ലേ, അപ്പോൾ പ്രതിപക്ഷ നേതാവും തന്റെ ഇമേജ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഇങ്ങനെ ഒരു ആക്ഷേപം വന്നപ്പോഴേ നടപടി എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടായിരിക്കണം. തന്റെ ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരാളെ ബലിയാടാക്കാൻ തയ്യാറായിരിക്കുന്നു. പെൺകുട്ടികളാണേലും ഒരാളെ ആക്ഷേപിക്കുമ്പോൾ തങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടോ എന്നുള്ളതും തങ്ങള് പറയുന്നത് ശരിയാണോ, ഇത് സത്യസന്ധമായ കാര്യമാണോ പറയുന്നത്, നീതിക്ക് ഉതകുന്ന കാര്യമാണോ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പറയാൻ. ഇപ്പോൾ ആ സിനിമാ നടിയെ പെൺകുട്ടി ഫുൾ നെയിം മറന്നുപോയി. ആ പെൺകുട്ടി പറയുന്നത് അനുസരിച്ചിട്ട് പുള്ളിക്കാരിക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റ് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടായതായിട്ട് പുള്ളിക്കാരിക്ക് അറിയാവുന്നതാണ് പറയുന്നത്. അങ്ങനെയാണ് അറിയാവുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്ന് വേണം പറയിപ്പിക്കാൻ, അല്ലാതെ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇവര് പണ്ട് സുഹൃത്തുക്കളായിരുന്നു. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നെ പല കാര്യങ്ങളും പറയുകയും ചെയ്തിട്ടുണ്ട്. അവസാനം പിണങ്ങി കഴിയുമ്പോഴല്ലേ തമ്മിലൊരു ഇഷ്ടക്കേട് വന്നു കഴിയില്ല, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ ഒറ്റി കൊടുക്കുന്ന ഒരു സ്വഭാവം നല്ലതല്ല. പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും ഒരു കാലത്ത് സൗഹൃദത്തിലായിരുന്നവര് അന്ന് പറഞ്ഞതും ചെയ്തതും വെച്ചുകൊണ്ട് അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മുതിരരുത്. ഇതിലൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വാധീനം ഇതിന് പുറകിലുണ്ടെന്നുള്ളതാണ് നമുക്കൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഇലക്ഷൻ എടുക്കാറായി, എപ്പോഴും ഉള്ളതല്ലേ, ഇലക്ഷൻ എടുക്കാറാകുമ്പം എന്തെങ്കിലും ഒരു അപവാദമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പാർട്ടിയെയും തളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ആലോചിക്കും ഇവരൊക്കെ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ഷാഫി പറമ്പിലിനെ ഇവർ ഉന്നം വെച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിലിനെ കൂടിയും പ്രകോപിതനാക്കി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഈ ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കള് അവരെയൊക്കെ മുൻനിരയിൽ നിർത്തി പ്രായമായവര്, അപ്രായമായവരുടെയൊക്കെ ആശയങ്ങളൊക്കെ അന്നത്തെ കാലത്തുള്ള അവർ ചെറുപ്പമായിരുന്നപ്പോൾ അതൊക്കെ അവർ പറയുന്നൊക്കെ ആ കാലഘട്ടത്തിന് ഉതകുന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ കാലം മാറി. ഇപ്പൊ ചെറുപ്പക്കാര്, പുതിയ തലമുറ വന്നു കഴിയുമ്പോൾ അവർക്ക് നല്ല നല്ല പുതിയ ആശയങ്ങളൊക്കെ കാണും. ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൂടുതലായിട്ടുള്ള കഴിവ് കാണും. അങ്ങനെയുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരിക, അവരെ തള്ളി താഴെ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഈ അധികാരത്തിൽ തന്നെ ഇരിക്കണം, അല്ല ഞങ്ങൾക്ക് മുൻനിരയിൽ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ ആരും പ്രവർത്തിക്കരുത്. ജനങ്ങളാണേലും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ പല വീഡിയോയിലൂടെയും നമ്മൾ കേൾക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രതികരണം, വീട്ടമ്മമാരുടെ പ്രതികരണമൊക്കെ കേൾക്കുന്നുണ്ട്.
നല്ല ഒരു ജനപിന്തുണയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഷാഫി പറമ്പിലിനും അതെ. അതുപോലെ തന്നെ നമുക്കറിയാം ചാണ്ടിയുമ്മനും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ സപ്പോർട്ട് കൊടുക്കാം. മാത്യു കുഴൽനാടൻ ഇവരൊക്കെ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുത്ത് ഇവരെയൊക്കെ പിന്തുണച്ച് ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു പോകാതെ നമ്മുടെ കേരളത്തെ നയിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന നല്ല സപ്പോർട്ട് എല്ലാവരും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അത് അവർ തെളിയിക്കണം. അതിനുള്ള ഈ പരാതിക്കാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം. പരാതി ഇല്ലാതെ ഒരു കേസ് അന്വേഷിച്ച് എന്ന് പരാതിക്കാരെ കണ്ടുപിടിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. അത് എത്രമാത്രം സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ജനങ്ങൾക്കൊക്കെ വളരെയധികം സംശയമുള്ള കാര്യമാണ്. അപ്പോൾ ജനപിന്തുണ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ തെളിയിക്കട്ടെ. ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ കൊണ്ടിട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെങ്കിൽ നമുക്ക് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാം. പെൺകുട്ടികൾ ഒത്തിരി വഞ്ചിക്കപ്പെടുന്നുണ്ട്, പറ്റിക്കപ്പെടുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ പെൺകുട്ടികൾ അതിനുള്ള അങ്ങനെ പറ്റിപ്പീരിൽ പെട്ടുപോകാതെ വഞ്ചിതരാകാതിരിക്കാനുള്ള മുൻകരുതലും എടുക്കണം. ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ആൺപിള്ളേരൊക്കെ പുറകെ നടക്കുമ്പോഴത്തേനും വേഗം അവരുടെ കൂടി അവിടെയും പോയി ഇവിടെയും പോയി അവർ പറയുന്ന രീതിയിലൊക്കെ സഹകരിച്ചിട്ട് പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കൾക്ക് സത്യസന്ധരായിട്ടുള്ള ഇങ്ങനെയുള്ള ഈ ചെറുപ്പക്കാർക്ക് ജനപിന്തുണ കൊടുക്കുക, നമ്മുടെ പിന്തുണ കൊടുക്കുക. അവര് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എല്ലാ ഫുൾ സപ്പോർട്ടും കൊടുക്കുക. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ ഇടയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.